നമസ്കാരം. നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ഈ ആകാശത്തിനപ്പുറം എന്തായിരിക്കുമെന്നും അവിടെ ഒന്ന് പോകാനെങ്കിലും സാധിച്ചിരുന്നെങ്കിൽ എന്നൊന്ന് ആഗ്രഹിക്കാത്തവരായിരിക്കില്ല അല്ലെ? എന്നാൽ അതിനുള്ള ഭാഗ്യം ലഭിച്ച രണ്ട് വ്യക്തികളാണ് അമേരിക്കൻ പൗരത്വമുള്ള ഇന്ത്യൻ വംശജ സുനിത വില്യംസും ബച്ച് വിൽമോർ. ഈ വർഷം ജൂൺ 5-നാണ് ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിന്റെ മനുഷ്യരെ വഹിച്ചുള്ള ആദ്യ പരീക്ഷണ ദൗത്യത്തിന്റെ ഭാഗമായി സുനിത വില്യംസ്, ബച്ച് വിൽമർ എന്നിവർ ബഹിരാകാശ നിലയിലേക്ക് എത്തുന്നത്. എന്നാൽ അവരുടെ തിരിച്ചുവരവ് ദിനം പ്രതി പ്രതിസന്ധിയിലായിക്കൊണ്ടിരിക്കുകയാണ്. തിരികെ എത്താനുള്ള ബഹിരാകാശ വാഹനത്തിനുള്ള തകരാർ വന്നതിനെ തുടർന്ന് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ തുടരുകയാണ് US ബഹിരാകാശ സഞ്ചാരിയും ഇന്ത്യൻ വംശജയുമായ സുനിത വില്യംസും ബച്ച് വിൽമോറും. ബഹിരാകാശ നിലയത്തിൽ വളരെ ക്ഷീണിച്ചിരിക്കുന്ന രീതിയിലുള്ള സുനിതയുടെ ചിത്രങ്ങൾ പ്രചരിച്ചതിനു ശേഷം ഇവരുടെ 5 മാസത്തോളമുള്ള ജീവിതം എങ്ങനെയായിരിക്കുമെന്നറിയാൻ കൗതുകം ഉയർന്നിരുന്നു. ബഹിരാകാശ ദൗത്യങ്ങൾ പലത് ചെയ്തിട്ടുണ്ടെങ്കിലും സുനിത വില്യംസിന്റെ ഈ ദീർഘകാല ദൗത്യം തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിന്റെ പരീക്ഷണ ദൗത്യത്തിന്റെ ഭാഗമായ സുനിതയ്ക്കും ബച്ച് വിൽമോറിനും ഇത് അക്ഷരാർത്ഥത്തിൽ പരീക്ഷണം തന്നെയായി മാറുകയാണ്. പേടകത്തിന്റെ സാങ്കേതിക തകരാർ കാരണം ഷെഡ്യൂൾ പ്രകാരമൊന്നും തിരിച്ചുവരവ് നടന്നില്ല. മാസങ്ങൾ പലത് പിന്നിട്ട് കഴിഞ്ഞു. ഇനി ഫെബ്രുവരിയിൽ തിരിച്ചുവരുന്ന ക്രൂ 9 പേടകത്തിലാവും ഇരുവരെയും തിരിച്ചെത്തിക്കുക. സുനിതയുടെ പുതിയ ദൃശ്യം കണ്ട് അമ്പരന്ന ലോകം അവരുടെ ആരോഗ്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇരുവരും ഭക്ഷണം തയ്യാറാക്കുന്നതിന്റെ ദൃശ്യത്തിൽ സുനിത വല്ലാതെ മെലിഞ്ഞ് കവിളുകളൊട്ടി ആകെ ക്ഷീണിതയായാണ് കാണപ്പെടുന്നത്. വിഷയത്തിൽ നാസ നൽകിയ വിശദീകരണങ്ങളൊന്നും തന്നെ അത്രമാത്രം സ്വീകാര്യമായിരുന്നില്ല. മർദ്ദം ക്രമീകരിച്ച ക്യാബിനിലാണെങ്കിലും ഇത്രയും ഉയരത്തിൽ ദീർഘകാലം കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. കവിളുകളൊട്ടുന്നത് ശരീരഭാരം കുറയുന്നതിന്റെ ലക്ഷണം തന്നെയാണ്. കുറേയേറെ കലോറി നഷ്ടപ്പെടുന്നുണ്ടാവുമെന്നും അതേസമയം ഭക്ഷണം വളരെ കുറച്ചായിരിക്കുമെന്നും വിദഗ്ധർ പ്രതികരിക്കുന്നു. ജീവിക്കാനായി ശരീരം കൂടുതൽ ഊർജം ഉപയോഗിക്കുന്നതും ക്ഷീണത്തിന് ആധാരമായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 8 ദിവസത്തെ ബഹിരാകാശ താമസം ഒടുവിൽ 5 മാസം പിന്നിട്ട് കഴിഞ്ഞു. 59 വയസ്സുകാരിയാണ് സുനിത വില്യംസ്. വിൽമോറിനാവട്ടെ 61 വയസ്സും ഉണ്ട്. ഇപ്പോഴിതാ ഇരുവരുടെയും ഭക്ഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ധാന്യങ്ങൾക്കൊപ്പം പൊടിച്ച പാൽ, പിസ്സ, ചെമ്മീൻ, കോക്ടെയിലുകൾ, റോസ്റ്റ് ചിക്കൻ, ട്യൂണ എന്നിവയാണ് ബ്രേക്ക്ഫാസ്റ്റായി ഉപയോഗിക്കുന്നത്. ഫ്രീസ് ചെയ്ത പഴങ്ങളും പച്ചക്കറികളും വളരെ ചെറിയ അളവിലാണ് ഉള്ളത്. ഓരോ ബഹിരാകാശ സഞ്ചാരികളുടെയും ഭക്ഷണം ഫ്രീസ് ഡ്രൈഡ് അല്ലെങ്കിൽ പാക്കേജ് ചെയ്തതാണ്. ഈ ഭക്ഷണം ഫുഡ് വാമർ ഉപയോഗിച്ച് വീണ്ടും ചൂടാക്കാം. മാംസവും മുട്ടയും ഭൂമിയിൽ പാകം ചെയ്തവയാണ്. ഇവ ബഹിരാകാശത്ത് വെച്ച് വീണ്ടും ചൂടാക്കാം. നിർജ്ജലീകരണം ചെയ്ത സൂപ്പുകൾ, പായസം, കാസറോളുകൾ എന്നിവയ്ക്ക് ബഹിരാകാശ നിലയത്തിലെ 530 ഗാലൻ ശുദ്ധജല ടാങ്കിൽ നിന്നുള്ള വെള്ളം ആവശ്യമാണ്. വില്യംസും വിൽമോറും സ്വന്തമായി ഭക്ഷണം തയ്യാറാക്കി ലോഹപാത്രങ്ങളുള്ള കാന്തിക ട്രേകളിലാണ് കഴിക്കുന്നത്. ഇരുവർക്കും കഴിക്കാൻ ആവശ്യത്തിന് ഭക്ഷണം അവിടെ ഉണ്ടെന്നാണ് നാസ വ്യക്തമാക്കുന്നത്. എന്നിരുന്നാലും ഇവർക്ക് ആവശ്യമായ ഫ്രഷ് ഫുഡിന്റെ അളവ് ക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇവരുടെ ഭക്ഷണക്രമത്തിൽ പഴങ്ങളും പച്ചക്കറികളും പരിമിതമാണ്. കാരണം അവിടെ ഭക്ഷണം പുതുതായി വിതരണം ചെയ്യണമെങ്കിൽ 3 മാസം മിനിമം വേണ്ടിവരും. ബഹിരാകാശ നിലയത്തിൽ പ്രതിദിനം 1.7 കിലോഗ്രാം ഭക്ഷണമാണ് ഓരോ ബഹിരാകാശ സഞ്ചാരിക്കും ലഭ്യമാക്കുക എന്നതാണ് നാസ പറയുന്നത്. ഭൂമിയിൽ നിന്ന് പാകം ചെയ്തയക്കുന്ന ഭക്ഷണം അവിടെ എത്തി ചൂടാക്കി വീണ്ടും ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ബഹിരാകാശ നിലയത്തിൽ കഴിയുന്നവർക്ക് മികച്ച പരിചരണമാണ് ഉറപ്പാക്കുന്നതെന്നും അവിടുത്തെ എന്തെങ്കിലും അസൗകര്യം കൊണ്ടല്ല സുനിതയ്ക്ക് ഭാരക്കുറവുണ്ടായതെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ബഹിരാകാശ നിലയത്തിൽ ആവശ്യത്തിന് ഭക്ഷണമുണ്ടെന്നും ദൗത്യം നീണ്ടാലും ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. നാസ പുറത്തുവിട്ട ചിത്രങ്ങളിലെ ശരീരഭാരം കുറഞ്ഞ സുനിതയുടെ രൂപമാണ് ബഹിരാകാശ സഞ്ചാരികളുടെ ഭക്ഷണക്രമത്തെക്കുറിച്ചുള്ള വലിയ വാർത്തകൾക്ക് വഴിതെളിയിച്ചത്. അതേസമയം വിവാദങ്ങളെ നിരാകരിച്ച സുനിത അന്തരീക്ഷത്തിൽ ഗുരുത്വാകർഷണമില്ലാത്തതാണ് തന്റെ ഭാരം കുറഞ്ഞതിന് കാരണമെന്ന് വ്യക്തമാക്കുകയാണ്. ബഹിരാകാശത്തുള്ളവർക്കായി പ്രവർത്തിക്കുന്ന ആരോഗ്യ സംഘടന കൃത്യമായി ഇരുവരുടെയും ആരോഗ്യാവസ്ഥ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ആവശ്യത്തിലധികം ഭക്ഷണം യാത്രികർക്കുണ്ടെന്നും അതിന്റെ അഭാവമല്ല ശരീരം മെലിയുന്നതിന് കാരണമെന്നും സംഘം ഇതിനോടകം തന്നെ വ്യക്തമാക്കുകയാണ്.